നമസ്കാരം. കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാൽ കൂടിയും ആ കാര്യങ്ങളിലൊക്കെ ചിലത് മറുപടി പറയേണ്ട സന്ദർഭത്തിൽ തന്നെ പറയേണ്ടതുണ്ട്. ഇന്നത്തെ ദിവസത്തെ കൊടും വിഷമായിട്ട് ഫീൽ ചെയ്ത് നാസർ ഫൈസി കൂടത്തായി, അറിയാലോ, സമസ്തയുടെ ഒരു പ്രമുഖനാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഡിവൈഎഫ്ഐ വയനാടിന് വേണ്ടി കോതമംഗലത്ത്, അതായത് ഓഗസ്റ്റ് 10 നടത്തിക്കഴിഞ്ഞ ഒരു പോർക്ക് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനേറ്റ പൊള്ളലും പിന്നെ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു പോസ്റ്റുമാണ്. ആ പോസ്റ്റ് വെച്ചിട്ട് ഒറ്റ കാര്യമേ ഈ ക്യാപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെ, ഈ സംഘപരിവാറിന്റെ ഏജന്റുകളായിട്ട് പ്രവർത്തിക്കുന്ന കുറേയേറെ മതപണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഏറ്റവും വലിയ അപകടം അവരൊക്കെയാണ്. കാര്യം സംഘപരിവാറുകാർക്ക് വേണ്ട കാര്യങ്ങൾ അതേപടി ഇപ്പുറത്തെ വിഭാഗത്തെ മതങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പുരോഹിതന്മാർ അല്ലെങ്കിൽ മതപണ്ഡിതന്മാരെന്ന് പറയുകയാണ്. അപകടമാണ്, ഒരു സംശയമില്ല. ഇവരെ പോലുള്ളവർ മതത്തെ നയിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും മുസ്ലിം മതത്തെ നമ്മുടെ സമൂഹത്തിൽ വേട്ടയാടപ്പെടുന്നതെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ഡിവൈഎഫ്ഐ ചെയ്തൊരു നന്മ പ്രവർത്തനമാണ്. കോതമംഗലം പോലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ അവർ പോർക്ക് ഫെസ്റ്റ് നടത്തി. അതായത് പോർക്ക് ഫെസ്റ്റ് മതനിന്ദയാണത്രേ. അതിന് കാര്യം എന്ന് പറഞ്ഞാൽ, പോർക്ക് ഈ മുസ്ലിങ്ങൾ കഴിക്കാത്ത ഫുഡാണ്. അത് ഒരു ചലഞ്ചായി നടത്തിക്കൊണ്ട് അത് കിലോയ്ക്ക് 380 രൂപ വെച്ച് ഡിവൈഎഫ്ഐ നടത്തിയൊരു പ്രവർത്തനം. ആ ഫണ്ട് ശേഖരിച്ചു, അവർ വയനാടിന് വേണ്ടി അത് ഡെഡിക്കേറ്റ് ചെയ്തു. അതായത് നാസർ ഫൈസി കൂടത്തായിയുടെ ഒരു രീതി അനുസരിച്ചാണെങ്കിൽ ചില പണങ്ങൾ മാത്രമേ പവിത്രതയുള്ളൂ. അതായത് നമ്മുടെ നാട്ടിലെ എല്ലാത്തരം മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്നതാണ് ഒരു പൊതുസമൂഹത്തിന്റെ ശരിയായ രീതി എന്ന് പറയുന്നത്. അതായത് അവർ കഴിക്കുന്ന ഭക്ഷണത്തെയും നമ്മൾ ഉൾക്കൊണ്ട്, അവർ ധരിക്കുന്ന വേഷങ്ങളെ ഉൾക്കൊണ്ട് നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നതിനെയാണ് മതേതരത്വം എന്ന് പറയുന്നത്. അല്ലാതെ എന്റെ മതത്തിലുള്ള കാര്യങ്ങൾക്ക് മാത്രം കിട്ടുന്ന പ്രിവിലേജിനെ മതേതരത്വം ഒന്നും അല്ല പറയുന്നത്. അങ്ങനെയൊന്നും ഒരു കൂടത്തായ്മാരും ഇവിടെ ചിന്തിച്ചു വെക്കേണ്ട കാര്യമില്ല, പൊള്ളലേൽക്കേണ്ട കാര്യമില്ല. ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ അവിടെ പൊള്ളലേൽക്കുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും നമ്മൾക്ക് ഇതുപോലുള്ള പുരോഹിതന്മാർ അല്ലെങ്കിൽ മതപണ്ഡിതന്മാരെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടേണ്ടതുണ്ട്. കാര്യം മതം വിറ്റ് ജീവിക്കുന്നവരാണല്ലോ. ആ പാവപ്പെട്ട മനുഷ്യരില്ലെങ്കിൽ ഈ ദേഹം അനങ്ങാതെയുള്ള ജീവിതം കുറച്ച് പാടുപെടും. അപ്പോൾ എവിടെയും കൊണ്ടുവന്ന് മതം കലർത്തുക. ഇപ്പോ എന്താണ് സംഘപരിവാർ ചെയ്യുന്നത്? ആവശ്യത്തിനും അനാവശ്യത്തിനും അവർ എല്ലായിടത്തും കൊണ്ടുവന്ന് ഈ മതം അങ്ങ് കുത്തിക്കയറ്റുകയാണ്. ഏറ്റവും ഒടുവിൽ വഖഫിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ സംഘപരിവാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ പോലെ തന്നെ ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും, അതിൽ യാതൊരു മതത്തിന്റെ ചിന്തയില്ലാതെ മനുഷ്യരേക്ക് അവിടെ വലിയ തിരിച്ചടി വയനാട് നേരിട്ടവർക്ക് സഹായിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനമാണ്. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ആ കാര്യമായിട്ട് ബന്ധപ്പെട്ട്? അത്തരം കാര്യങ്ങളിൽ വലിയ പ്രതികരണം ഇപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട്. നല്ല കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രതികരണ ശേഷി ഇക്കാര്യത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. എന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ നവീകരണം എന്ന് പറഞ്ഞാൽ മതമൊന്നും വേണ്ട എന്നൊന്നും പറയുന്നില്ല. ഓരോ മനുഷ്യർക്ക് മനസമാധാനം കിട്ടുന്നത് മതങ്ങളിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ വിശ്വാസങ്ങളിലൂടെ ആണെങ്കിലും അത് അവർ ചെയ്തോട്ടെ. ആ പ്രാക്ടീസ് ഒന്നും ഒരു തെറ്റെന്ന് പറയുന്നില്ല. പക്ഷേ ആ മതത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വരുത്താൻ വേണ്ടി ഇരുന്ന് വിടുവായത്തരങ്ങൾ അടിക്കുന്നത്. എന്തുകൊണ്ടാണ് അടിക്കുന്നത്? ഞാൻ മതപുരോഹിതൻ എന്നുള്ള പ്രിവിലേജ് വെച്ച്, അല്ലെങ്കിൽ പണ്ഡിതൻ എന്നുള്ള പ്രിവിലേജ് വെച്ചിട്ടാണ് ഈ വിടുവായത്തരത്തിന് ഇറങ്ങുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു വാചകം കേൾക്കണം. ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്ദ, മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരിസം. അതായത് നമ്മുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു മുസ്ലിം വിരുദ്ധനുണ്ട്. ഇതിന്റെ ഇടയിൽ പറയുന്ന അയാളുടെ ഒരു ലൈനാണ് ഈ നാസർ ഫൈസി കൂടത്തായി. അതായത് RSS എങ്ങനെയാണോ അദ്ദേഹത്തെ ഉപയോഗിക്കുന്നത്, അതേപോലെ മുസ്ലിങ്ങളുടെ തീവ്ര നിലപാടുകാർക്ക്, അതായത് ഈ നാട്ടിൽ നമ്മൾ ഒരു മതത്തിനെയും പക്ഷം പിടിക്കുന്നത്. കാര്യം മതമല്ല ഇവിടെ വേണ്ടത്, മനുഷ്യരുടെ സമാധാന ജീവിതമാണ്. ആ സമാധാന ജീവിതം അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അതിനെ ചേർത്ത് പിടിക്കാനായിട്ട് എവിടങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ ഫണ്ട് കണ്ടെത്തി അവരെ സഹായിക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കോതമംഗലം പ്രദേശത്തുള്ള ക്രിസ്ത്യൻസ് അവർ അവിടെ പോർക്ക് ഫെസ്റ്റ് നടത്തിയെന്ന് പറഞ്ഞാൽ അവരുടെ ഭക്ഷണമാണെന്നേ. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ മനുഷ്യനാണോ? നിങ്ങളൊരു മത അന്ധത ബാധിച്ച ഒരു കണ്ണടഞ്ഞ അല്ലെങ്കിൽ ഒരു തീവ്ര മത നിലപാടുള്ള വ്യക്തിയാണ് നിങ്ങൾ. ഒരു സംശയവും വേണ്ട. അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന നിങ്ങളെപ്പോലുള്ളവരെ വിശ്വസിക്കുന്നവരോ നിങ്ങളെ ഫോളോ ചെയ്യുന്നവരോ ഉണ്ടായിരിക്കും എന്ന് കരുതിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള എല്ലാവരും അതിനോട് യോജിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വാതുറക്കാതിരിക്കാനൊന്നും കഴിയത്തില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്നവർക്ക് ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് നീ മറ്റേ സംഘപരിവാർ ഏജന്റ് അല്ലേ, കാര്യം അങ്ങനെയാണല്ലോ, എന്ത് തോന്നിവാസവും വിളിച്ചു പറയാം, അതിനെയൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല, അവർക്ക് എന്തും ഈ നാട്ടിലാകാമെന്നുള്ളൊരു പ്രിവിലേജ് എടുക്കുകയാണ്. എന്താണ് അതിന്റെ ഒരു അടിസ്ഥാനം? ഈ നാട് എന്ന് പറഞ്ഞാൽ ഈ രാജ്യം ഈ രാജ്യത്തിന് മതമില്ലാത്തൊരു രാജ്യമാണ്. ഇവിടെ ഏത് മതവും പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവർക്കും
അവകാശമുള്ള ഒരു നാട്ടിലിരുന്നു കൊണ്ട് മറ്റൊരാളുടെ ഭക്ഷണം അവർക്ക് ചലഞ്ചായിട്ട് കൊടുക്കുമ്പോൾ ആ പണം മതനിന്ദയാണെന്ന് നിങ്ങൾക്ക് പറയാൻ ആരാണ് ഈ നാട്ടിൽ അവകാശം തന്നത്? അതൊരു ചെഗുവേരിസം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണ്? നിങ്ങൾ ഒരു തീവ്ര മത നിലപാടുകാരനാണ്. നിങ്ങൾക്ക് ഈ നാട്ടിൽ മതേതരത്വം എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഞങ്ങളുടെ മതങ്ങൾക്കുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം അതേപടി നടപ്പാക്കാൻ പറ്റുന്നതല്ല. ഈ നാട്ടിൽ സാഹോദര്യത്തിന്റെ ശബ്ദം എന്താണെന്നും മറ്റുള്ളവരുടെ ഭക്ഷണ രീതിയോ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളോ മറ്റുള്ളവരുടെ ചിന്തകളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസം ഇല്ലായ്മയോ ഇതെല്ലാം കൂടി ചേർത്ത് പിടിക്കുന്നതാണ് ഈ നാടിന്റെ മതേതരത്വം എന്ന് പറയുന്നത്. അല്ലാതെ ഈ മതങ്ങളെ മാത്രം എന്ത് കാര്യത്തിലും ഉദ്ബോധിപ്പിക്കുന്നതല്ല. അല്ലെങ്കിൽ അത് ഒരു കാര്യം, നേരത്തെ മറുനാടന്റെ കാര്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ മുസ്ലിം വിരുദ്ധർ ഈ സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ചുണ്ടാക്കുന്ന പണമാണ് ലീഗ് വാങ്ങിച്ച് പോക്കറ്റിലിട്ടിട്ട് ഇപ്പോൾ വയനാടിന് കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നത്. ഈ നാട്ടിൽ ഡിവൈഎഫ്ഐ ചെയ്ത പ്രവർത്തനങ്ങളുണ്ട്. മത്സ്യം വിറ്റു. എന്തേ? അതിൽ മതനിന്ദ നിങ്ങൾ കാണുന്നില്ല. മത്സ്യം ഈ ഭൂമിയിൽ ഉള്ളതാണ്, കഴിക്കുന്നതാണ്. അവർ ബീഫ് ഫെസ്റ്റ് നടത്തി, ബിരിയാണി ഫെസ്റ്റ് നടത്തി, ആക്രി പറക്കി. ഞാൻ ചോദിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കോൺക്രീറ്റ് വരെ ചെയ്ത് പണം കണ്ടെത്തിയിട്ടുണ്ടെന്നേ. അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സകലതും ഈ തട്ടുകടകൾ നടത്തി, അങ്ങനെ എല്ലാത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ഓരോ ഇടങ്ങളിൽ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ, അവിടുത്തെ നാട്ടുകാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്താണ് അവർ ഫണ്ട് കണ്ടെത്തി. അപ്പോ മറ്റൊരു മതത്തിന്റെ ഭക്ഷണം നിങ്ങൾക്ക് നിന്ദയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് തരം മതത്തെ നയിക്കുന്ന വ്യക്തിയാണ്? അത് പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ആരാണ് ഈ നാട്ടിൽ അവകാശം പറഞ്ഞത്? സ്വാഭാവികമായിട്ടും അവർ എന്ത് പറയാൻ പോവുകയാണ്? അവരുടെ ഭക്ഷണത്തെ നിങ്ങൾ എന്താണ് ഹറാമെന്നും നിഷിദ്ധമാണെന്നും ആ പണം നമുക്ക് വേണ്ടെന്ന് പറയുമ്പോൾ സ്വർണ്ണക്കടത്ത്, ഈ പലിശയൊക്കെ നമുക്ക് ഹറാമാണെങ്കിലും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അനധികൃത സ്വത്ത് സമ്പാദനമൊക്കെ നടത്തിയിട്ട് കൊണ്ടുവരുന്ന പണം നല്ല പണമാണല്ലേ? അതിനേക്കാൾ നല്ല അന്തസ്സുള്ള പണമാണെന്നേ അത്. കാര്യം ഒരാളുടെ ഭക്ഷണം വേണ്ടതിനെ അവർ അധ്വാനിച്ച് അല്ലെങ്കിൽ അതിന് പണം കണ്ടെത്തി അത് കട്ട് ചെയ്ത് അവർക്ക് വേണ്ട ഭക്ഷണം എത്തിച്ചു കൊടുത്തതിന് ശേഷമാണെന്നേ ഈ ഇതുപോലുള്ള അതായത് ഒരു തരത്തിലും നീതിയില്ലാത്ത നികുതി വെട്ടിച്ച പണം കൊണ്ടുവന്നിട്ട് അത് മേടിക്കുന്നത് ഹറാമല്ല. അത് എത്ര വേണം വാങ്ങിച്ച് പോക്കറ്റ് ഇടാം. പലിശ നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ട് പലിശ വാങ്ങിക്കുന്നവർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോ അങ്ങനെയുള്ള കൊള്ളരുതാത്ത പണങ്ങളെല്ലാം ലീഗിന്റെ പല നേതാക്കന്മാരും അറിയാലോ. ഈ അടുത്ത കാലത്ത് ഈ ഒരു നമ്മുടെ ഖമറുന്നീസ എന്ന് പറയുന്ന അറിയാലോ, ഖമറുന്നീച്ച, അദ്ദേഹത്തിന്റെ എന്തായിരുന്നു തട്ടിപ്പ് കടന്നത്? ഈ കാസർഗോഡ് കേന്ദ്രീകരിച്ച് നടന്ന ഫണ്ട് തട്ടിപ്പ്. അതിന്റെ പേരിപ്പോ പെട്ടെന്ന് മറന്നുപോയി. എന്താ? ആ പണമൊക്കെ നിങ്ങൾക്ക് മേടിക്കാം, ഒരു കുഴപ്പമില്ല. ആൾക്കാരുടെ വിയർപ്പാണ് അതൊക്കെ. ആ പണമൊന്നും പ്രശ്നമല്ല, ഹറാമല്ല. പാവപ്പെട്ട ഡിവൈഎഫ്ഐക്കാർ അവർക്ക് അവരെ വീട്ടിൽ കൊണ്ടുപോകാൻ ചെയ്ത കാര്യമല്ല. അവരെന്തിനാണ് ഇത് ചെയ്തത്? ആ നാട്ടിലെ മനുഷ്യരാണ്, അവരുടെ സഹോദരങ്ങളാണെന്നുള്ള തിരിച്ചറിവാണ്. നിങ്ങൾക്കില്ലാതെ പോയതും അതാണ്. നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ മുസ്ലിങ്ങളുടെ വക്താവാണ്. നിങ്ങൾ മുസ്ലിങ്ങളുടെ വക്താവല്ല, നിങ്ങൾ മുസ്ലിങ്ങളുടെ ശത്രുവാണ്. ഒരു സംശയവുമില്ല. നിങ്ങളെപ്പോലുള്ളവരാണ് ആ മതത്തെ ഈ സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു കീറാൻ വേണ്ടി അല്ലെങ്കിൽ ആ മതത്തിനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങളും തീവ്ര നിലപാടുള്ളവരുമാണ്. ആ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇനിയിപ്പോ നിങ്ങളുടെ കുറെ ഫാൻസുകാർ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ മെഴുകിയെന്ന് കരുതിക്കൊണ്ടൊന്നും ആ നിലപാടിൽ ഒരംശം പോലും മാറ്റം വരാൻ പോകുന്നില്ല. ഈ നാട്ടിൽ ഈ ചെറുപ്പങ്ങളെല്ലാം നമ്മുടെ ഒരു ദുർഘട കാലഘട്ടം അല്ലെങ്കിൽ നമുക്കുണ്ടായ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി അവരുടെ കാര്യങ്ങൾ പോലും മാറ്റിവെച്ചിട്ട് അവർ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവർ ചെയ്ത പ്രവർത്തനത്തെ ഒരു മനസാക്ഷിയില്ലാതെ അതിനെ ഏതൊക്കെ രീതിയിൽ വക്രീകരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇയാളെപ്പോലുള്ള വ്യക്തികളൊന്നും ഈ മതത്തെ നയിക്കാൻ ഒരു യോഗ്യതയില്ല. ഇങ്ങനെയുള്ളവരിൽ നിന്ന് എന്തായിരിക്കും അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവരോ അദ്ദേഹത്തെ കേൾക്കുന്നവരിലേക്ക് എത്തുന്ന കാര്യം? എന്ത് മതേതരത്വം പറഞ്ഞു കൊടുക്കാനായിരിക്കും ഇദ്ദേഹത്തിനൊക്കെ കഴിയുക? ഇദ്ദേഹത്തെയൊക്കെ നിങ്ങൾ തലപ്പത്ത് വെച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ആ മതത്തിന് അപകടമാണ്. ആ നാട്ടിലുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ത് ഇന്റൻഷനാണ്? കോതമംഗലത്തുള്ള മനുഷ്യർ അവിടെ കൊണ്ടുവന്നിട്ട് എന്ത് കൊടുക്കണമായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വിളമ്പി കൊടുക്കണമായിരുന്നു. ബിരിയാണി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അവിടെയുള്ള ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണത്തെ അംഗീകരിക്കാൻ പാടില്ലേ? മത്സ്യം വേണ്ടടുത്ത് മത്സ്യം കൊടുക്കുമെന്നേ. അവിടെ അവർക്ക് പോർക്കാണ് അവിടെ മാർക്കറ്റ് ഉള്ളതെങ്കിൽ പോർക്ക് തന്നെ കൊടുക്കും. അതിനെന്താണ് ഇപ്പൊ കുഴപ്പം? പോർക്ക് നിങ്ങൾ കഴിക്കില്ല എന്ന് കരുതിക്കൊണ്ട് നാട്ടിലുള്ള ആർക്കും അത് വേണ്ടേ? അത് ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഈ നാടിന്റെ പേര് മതേതരത്വ നാടാണ്. ഇവിടെ കൊണ്ടുവന്ന് എല്ലായിടത്തും മതം കലർത്താമെന്ന് കരുതണ്ട. അങ്ങനെ മതം കലർത്തുന്ന വിഷങ്ങളെ ആ രീതിയിൽ തന്നെയാണ് ഈ സമൂഹം നേരിട്ട് പരിചയമുള്ളത്. അതുകൊണ്ട് നാസർ ഫൈസി കൂടത്തായിയെ പോലുള്ള ഏത് മത പണ്ഡിതന്മാരും ഇത്തരം ഊളത്തരങ്ങളോ അല്ലെങ്കിൽ ശശികലയുടെ മുസ്ലിം വേർഷൻ എന്ന് പറയേണ്ടി വരികയാണ്. എന്ത് നന്മയുള്ള പ്രവർത്തനങ്ങൾ നടന്നാലും അവിടെ വിവാദം സൃഷ്ടിക്കുക, അതിലൂടെ എന്റെ പേര് ചർച്ചയാക്കുക, എന്റെ പേര് മറ്റേ ബ്രേക്കിംഗ് ന്യൂസിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ അത് കണ്ട് വല്ലാത്ത രീതിയിൽ കുളിരടിയുന്ന ഇത്തരം വകതിരിവില്ലാത്ത, കാഴ്ചപ്പാടില്ലാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലും മതത്തിനെ സംബന്ധിച്ച് അവർക്ക് ഈ വേട്ടയാടാൻ അവസരം ഉണ്ടാക്കരുതെന്ന് ചിന്തിക്കാത്ത വ്യക്തികളൊന്നുമല്ല.
എങ്ങനെ ഏതൊക്കെ സന്ദർഭങ്ങളിൽ എനിക്ക് പേരെടുക്കാൻ പറ്റുമോ അതിനെ സംബന്ധിച്ചാണ് ഇവരുടെയൊക്കെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സ്വാർത്ഥരും മതത്തെ കൊണ്ട് എനിക്ക് വലിയ ഗുണമുള്ളത് കൊണ്ട് അവർക്ക് അതിനെ സംബന്ധിച്ച് എപ്പോഴും എവിടെയും മതം കലർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മാത്രമേ എന്റെ മതവിശ്വാസം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടൂ എന്ന് കരുതുകയാണ്. ഡിവൈഎഫ്ഐ പോലൊരു സംഘടന പ്രളയകാലത്ത് 11 കോടി രൂപ ഇതുപോലുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത്. എപ്പോഴെങ്കിലും കൂടത്തായി വിശ്വസിക്കുന്ന സംഘടനകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ആ യുവത്വം എന്തിനു വേണ്ടി അത് ചെയ്തു? അതിന്റെ ഗുണഭോക്താക്കൾ ആരായിരുന്നു? അവരാരെങ്കിലും ആയിരുന്നു? അല്ല, ഈ നാട്ടിലെ എല്ലാത്തരം മനുഷ്യരാണ്. അതുപോലെ 25 വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. വെറും വാക്കുകൾ പറയാറില്ല. അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രയത്നം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവർ നടത്തുകയാണ്. അത്രമാത്രം ശ്രമകരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയെ സമൂഹത്തിന്റെ മുന്നിലേക്ക് മതം അങ്ങോട്ട് കലർത്തിക്കൊടുത്ത് ആക്രമിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ കരുതിയപ്പോ ഇത് കേട്ട ഉടനെ പലരും മിണ്ടാതിരിക്കുമെന്ന്, അതൊക്കെ പഴയ കാലത്താണ് മിസ്റ്റർ കൂടത്തായി എന്ന് പറയേണ്ടി വരികയാണ്. കൂടത്തായി വിശ്വസിക്കുന്നവരൊക്കെ ഇവിടെ എന്ത് പറഞ്ഞാലും അതിനൊക്കെ പുല്ലുവില മാത്രമേ കൽപ്പിക്കുന്നുള്ളൂ. കവളപ്പാറ വിഷയം വന്നു, ഒന്ന് ആലോചിച്ച് നോക്കി എന്താ സംഭവിച്ചത്? അവിടെ ലീഗ് പറഞ്ഞ കാര്യങ്ങൾ, ലീഗ് പിരിവെടുത്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ? അതിനൊന്നും നമ്മുടെ കൂടത്തായിക്ക് പ്രശ്നമില്ല. ആ പണത്തിന്റെ ഓഹരി കൂടി ആർക്ക് കിട്ടുകയാണ്? കൂടത്തായിമാര് വാങ്ങിച്ച് ഞണ്ണുന്നതാണ്. 32 വീട് അവിടെ യൂസുഫ് അലി പറഞ്ഞതല്ലാതെ ലീഗ് മറ്റൊരിടത്തൊരു 13 വീടും ഒരു 3 ഏക്കർ സ്ഥലം മേടിച്ചത് അറിയാലോ. ആ സ്ഥലം മേടിച്ച ഒരു 5 സെന്റ് പ്ലോട്ട് ആർക്കാ എഴുതി കൊടുത്തേ? ഒരു ലീഗുകാരനാണ്. ഞാൻ വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോ ലീഗ് എല്ലാ ഫണ്ട് തട്ടിപ്പുകൾ നടത്തിയാലും മതത്തിന്റെ പേരിൽ ഞങ്ങൾ കളക്ട് ചെയ്യുന്നത് ഞങ്ങൾ അങ്ങ് ആഘോഷിച്ച് തീർക്കും. പക്ഷെ ഇവിടെ മതത്തിന്റെ പേര് പറഞ്ഞല്ല അവർ ഫണ്ട് കലർത്തുന്നത്. വയനാട് എന്ന പേര് മാത്രം പറഞ്ഞുകൊണ്ടാണ്. വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയെന്നാണ്. അവിടെ ഒരു മതത്തിന്റെ പേരും എടുത്ത് പറയുന്നില്ല. അവിടെ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുമെന്നേ. അവിടെ മതം തിരയുന്നത് ആരാണ്? നിങ്ങൾ മാത്രമാണ്. അങ്ങനെ എല്ലായിടത്തും കയറി നിങ്ങൾ മതം തിരയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണ്? നിങ്ങൾ ഒരു മതേതരവാദിയല്ല. നിങ്ങൾക്ക് ഈ ഒരു പുരോഹിതനായി ഇരുന്നു കൊണ്ട് ഒരു തീവ്ര മതനിലപാടുള്ള ഒരു വ്യക്തിയാണ്. അത്തരം തീവ്ര മതനിലപാടുള്ള ഒരു വ്യക്തി ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളം പോലൊരു കമ്മ്യൂണിറ്റിക്കിടയിൽ അപകടകരമായ ചിന്തയുള്ളവരാണ്. ആ വിഭാഗക്കാരെ RSS എന്ത് ലൈനാണോ സ്വീകരിക്കുന്നത് ആ ലൈനിൽ നിർത്തി മാത്രമേ കാണാൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. RSSന്റെ ഓരോരുത്തരെയും വിമർശിക്കും പോലെ തന്നെ നിങ്ങളെയും ഈ സമൂഹത്തിന്റെ മുന്നിൽ വിമർശിക്കും. നിങ്ങൾ വിമർശനത്തിന് അതീതരാണെന്നും കരുതരുത്. എനിക്കെന്തും പറയാം, എനിക്കെന്തും ചെയ്യാം, അതിനുള്ള അവകാശമുണ്ട്. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരെ വിമർശിക്കാൻ പാടില്ല എന്നൊന്നും വാശി പിടിക്കേണ്ട. എല്ലാ മതക്കാരെയും ഒരുപോലെ തന്നെയാണ്. ലോഹ ഇട്ടുകൊണ്ട് ലോഹയുടെ കാര്യങ്ങൾ ചെയ്യുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പറയേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള നിങ്ങളുടേതായ രീതിയിൽ ഫണ്ട് കളക്ട് ചെയ്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ബാക്കിയുള്ളവർ ചെയ്യുന്നതിനെ എങ്ങനെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കുക, നശിപ്പിക്കുക എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു മത പണ്ഡിതനല്ലെന്നേ. നിങ്ങളിൽ നിന്ന് നല്ലതൊന്നും ഒരു മതം നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനും പഠിക്കാൻ പോകുന്നില്ല. കാര്യം നിങ്ങളിലൂടെ എന്തേ പഠിക്കാൻ പോകുന്നുള്ളൂ? സ്വന്തം മതത്തിന്റെ കാര്യം, സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരാണ് നന്മയുള്ളവൻ എന്നുള്ള സന്ദേശമേ പോകുള്ളൂ. ഡിവൈഎഫ്ഐ ഈ സമൂഹത്തിന്റെ മുന്നിൽ മതത്തിന്റെ പേരിലല്ല കൊടുക്കുന്നത്. ആ വയനാട് ദുരന്തം അനുഭവിച്ചത് ഏത് വിഭാഗക്കാരായിരുന്നാലും അവരെ എല്ലാം സഹായിക്കുക. അർഹതപ്പെട്ടവരെ ഉടനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി അവർ ഈ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പണിയെടുക്കാതിരുന്നുകൊണ്ടേ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതിയിടാനേ 10 പൈസയുടെ ചെലവില്ലല്ലോ. കുറച്ച് ചർച്ചയാകും, എന്റെ പേര് കുറച്ചുകൂടി ഉയർന്നു വരും. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടില്ലേ, നമ്മുടെ യാക്കോബായ സഭയുടെ ഒരു പിതാവ് ഇതുപോലെ അടുത്ത ദുരന്തം ഉണ്ടാകും ഭരണം കിട്ടാനെന്ന് പറഞ്ഞ വാചകം ഓർമ്മയില്ലേ? ആ കുർലോസ് പിതാവിനെയൊക്കെ എന്തുകൊണ്ടാണ് വിമർശിക്കേണ്ടി വന്നത്? അനവസരത്തിലുള്ള വാചകങ്ങൾ പറയാൻ ഇവിടെ ഒരു മതപണ്ഡിതനും ഈ നാട് അവകാശം കൊടുത്തിട്ടില്ല. നിങ്ങളും ഒരു സാധാരണ പൗരൻ തന്നെയാണ്. ഒരു സാധാരണ പൗരനുള്ള അവകാശങ്ങൾക്കപ്പുറം ഒരു മതപണ്ഡിതനോ മതപുരോഹിതനോ ഈ സമൂഹത്തിൽ ഉണ്ടെന്ന് ധരിച്ചു കളയരുത്. അങ്ങനെ ആർക്കെങ്കിലും വിചാരം ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചേക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇടങ്ങളിൽ നിങ്ങൾ കുറച്ചുകൂടി എന്തായിരിക്കും, ഉന്നമനത്തിലുള്ളവരായിരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചോ ഒരു നാടിനെ സംബന്ധിച്ചോ ഒരു രാജ്യത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു മതത്തിന്റെ പണ്ഡിതനാണ് എന്നുള്ള പരിഗണനയാണ് നിങ്ങൾക്ക് ജനവും ഈ നാടും തരുന്നത്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും നല്ല കാര്യത്തിന്റെ ഇടയിൽ വിഷം കലർത്താൻ പുറപ്പെട്ടാൽ ഏത് കൂടത്തായി ആയിരുന്നാലും അത് സമൂഹത്തിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടേണ്ടതുണ്ട്, വിമർശിക്കപ്പെടേണ്ടതുണ്ട്. അത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ എല്ലില്ലാത്ത നാക്കും ഉള്ളിലെ ആ തീവ്ര മതചിന്തയുണ്ടല്ലോ അതൊക്കെ എടുത്ത് പോക്കറ്റിലിട്ടിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ദുരന്തത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കൂ. അവിടെ മറ്റുള്ളവന്റെ ഭക്ഷണ രീതിയും മറ്റുള്ള മതത്തിന്റെ ഭക്ഷണത്തെ എല്ലാം എന്തോ ഒരു അറപ്പ് പോലെ കാണാതെയും അത് ഹറാമാണെന്നും ആ പണം
നമുക്ക് പാടില്ല. പക്ഷെ മുസ്ലിങ്ങളെ എല്ലാം തെറി പറഞ്ഞും സ്വർണ്ണക്കടത്ത് ബാക്കിയുള്ള ഈ ഇല്ലീഗൽ പ്രാക്ടീസിലൂടെ ഉണ്ടാക്കുന്ന പണം എന്താണ് മുസ്ലിങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഹറാമാണല്ലോ. ആ പണമൊക്കെയാണ് ലീഗ് വാങ്ങിക്കൂട്ടി കയ്യിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്തസ്സായിട്ട് ഈ പൊരിവെയിലത്തും പെരുമഴയത്തും പണിയെടുത്താണ് അവർ എന്ത് ചെയ്യുന്നത്, ഫണ്ട് കളക്ഷൻ നടത്തുന്നത്. അതിനെതിരെ ഇത്തരം വൃത്തികേടുകൾ ആര് വിളിച്ചു പറഞ്ഞാലും ചോദ്യം ചെയ്യപ്പെടും, വിമർശിക്കും, ഒരു സംശയവും വേണ്ട. അതിന് കൂടത്തായി ഒരു മതപുരോഹിതനാണ്, കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ചുക്കുമില്ല. നിങ്ങളും ഈ നാട്ടിലെ ഒരു സാധാരണ പൗരനാണ്. എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിലെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒറ്റ തരത്തിലുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ. ആ സ്വാതന്ത്ര്യത്തിന് മുകളിൽ കയറി സംസാരിക്കാൻ നിന്നാൽ ഒരു തരത്തിലും ഇന്നലകളിൽ തന്ന ബഹുമാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനും പോകുന്നില്ല, ആരും തരാൻ പോകുന്നില്ലെന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് ആ നാവ് നല്ലത് പറയാൻ ഉപയോഗിക്കൂ, നല്ലത് ചെയ്യാൻ വേണ്ടിയുള്ള ചിന്തകൾ ഉണ്ടാക്കൂ. അതൊക്കെയാണ് ഒരു മതത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഓരോ പുരോഹിതനും ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഈ നാട് ഇത്രയും കാലം സംഘപരിവാറിന്റെ കാൽക്കീഴിലേക്ക് പോകാതെ മതേതരത്വം നിലനിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള കുറെ വിഷജന്തുക്കൾ, ഏതുപോലെ RSS ഉള്ളതുപോലെയുള്ള ചില വിഷജന്തുക്കൾ ഇവിടെ തട്ടുടുത്തിറങ്ങിയിട്ടുണ്ട്. ആ തട്ടുടുത്തിറങ്ങിയതിനെയും പ്രതിരോധിച്ചേ ഈ നാടിന് മതിയാകത്തുള്ളൂ. അത് ഉറപ്പായും ചെയ്യുമെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലരൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ജേക്കബ് ജോൺ, അബ്ദുൽ ഹക്കീം കണ്ണൂരിൽ തേങ്ങ പൊട്ടിത്തെറിച്ചു, ഇതൊക്കെ മറ്റേ അടിമകൾ വന്നിട്ടുണ്ട്. അടിമകളെന്ന് വന്നിട്ട് ഡയലോഗ് അടിച്ചെന്നും പറഞ്ഞൊന്നും ഒരു കാര്യമില്ലതെ നിങ്ങളെ ന്യായീകരിച്ചോ. നിങ്ങൾക്ക് ഈ നാടിനെ ഇങ്ങനെയൊന്ന് നിലനിർത്തണമെന്നോ അല്ലെങ്കിൽ ഇത്രയും കാലം ഈ നാടിനെ എങ്ങനെയാണോ മതേതരത്വത്തിന്റെ കൈക്കുമ്പിളിലിരുന്നത് ഇതുപോലെ അടുത്ത തലമുറയ്ക്ക് കൈമാറണമെന്ന് ചിന്തിക്കാനുള്ള പ്രാപ്തിയില്ലാത്തവരാണ്. നിങ്ങൾക്ക് മതമാണ് വലുതെങ്കിൽ നിങ്ങൾ അതിനെയും പൊക്കി പിടിച്ചോണ്ട് പൊയ്ക്കോളൂ. ഇന്നലകളിൽ ഈ നാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യരുണ്ട്, ഈ മതമൊന്നും നോക്കാതെ അന്നത്തെ കാലഘട്ടത്തിൽ ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവർ. അന്ന് അവർ ഈ നമ്മളെപ്പോലുള്ള തലമുറകളെ കുറിച്ച് ചിന്തിച്ചു. അതായത് ഞാൻ അനുഭവിച്ച ദുരിതം എന്റെ പിന്നിൽ വരുന്ന തലമുറ അനുഭവിക്കാൻ പാടില്ലെന്ന്. അതുകൊണ്ട് അവർ ജീവൻ കൊടുത്ത് പോരാടി തന്ന സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന്റെ ഈ മറ്റേ ഉത്തുംഗ ശൃംഗത്തിൽ കയറി ഇരുന്നിട്ട് മതം കലർത്തിയുണ്ടല്ലോ ജനങ്ങളെ പല തട്ടിലാക്കി സ്പ്ലിറ്റപ്പ് ആക്കി തമ്മിലടിപ്പിക്കാന്ന് ആരെങ്കിലും ഈ നാട്ടിൽ കരുതുന്നുണ്ടെങ്കിൽ അവരെയെല്ലാം വളരെ കൃത്യമായി ഈ നാടിന് പ്രതിരോധിക്കേണ്ടി വരും, തുറന്നു കാട്ടേണ്ടി വരും, വിമർശിക്കേണ്ടി വരും. അതിന് കുറെ അടിമകളെ ഇറക്കി തെറി വിളിപ്പിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് മൗനം അവലംബിക്കാൻ പോകുന്നില്ല, നിശബ്ദനാകാൻ പോകുന്നില്ല. ശക്തമായി തന്നെ ആ വിഷയത്തിൽ തുറന്നു കാട്ടും, പ്രതികരിക്കും, വളരെ നിശിതമായി തന്നെ വിമർശിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്നേ. അപ്പോൾ അതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയിലെ ചെറുപ്പങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് 100% പിന്തുണ കൊടുക്കേണ്ടതുണ്ട്. കാര്യം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് നാളെ ആ നാടിന് എന്തൊക്കെ ഗുണം വരാൻ പോകുന്നു എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കും. കാര്യം ആ മനുഷ്യരുടെ വിഷമങ്ങളെക്കുറിച്ചോ അവരുടെ സങ്കടങ്ങളെക്കുറിച്ചോ നീറുന്ന ഇതിനെക്കുറിച്ചൊന്നും അല്ല. അവിടെയും മതം എന്തൊരു മനുഷ്യരാണ്. ഒരു മതം പോലും സംരക്ഷിക്കാനില്ലാതെ അല്ലെങ്കിൽ ദൈവങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അവരവിടെ നിൽക്കുന്നത്. ആ മനുഷ്യർക്ക് വേണ്ടിയാണ് അവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മതനിന്ദയാണെന്നൊക്കെ പറയാൻ ഇയാൾക്ക് എത്ര തരം വിവരമില്ലാത്തവനാണെന്ന് ചോദിക്കേണ്ടി വരികയാണ്. അത്രമാത്രം നിലവാരമില്ല എന്ന് ആ പ്രതികരണത്തിലൂടെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ വിമർശിക്കുന്നത്.